നടത്തുന്ന സാമൂഹിക സുരക്ഷാ പദ്ധതി സക്കാത്ത് ക്യാമ്പയിൻ സമ്മേളനം താനൂരിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് മതേതര ജനാധിപത്യം നിലനിൽക്കാനും ഫാഷിസത്തെ ചെറുക്കാനും എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒന്നിച്ചു നിൽക്കാനാവണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കേരള കായിക വഖഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പ്രസ്താവിച്ചു. എക്കാലത്തും അങ്ങനെ നിലകൊണ്ടതാണ് കേരളത്തിന്റെ ചരിത്രം. ഉത്തരേന്ത്യയിൽ നിന്ന് മലയാളത്തുരുത്തിനെ വ്യത്യസ്തമാക്കുന്നതും അതുതന്നെ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുകയും പാർശ്വവൽക്കരിക്കപ്പെടുകയും ചെയ്തവരെ കൈപിടിച്ചുയർത്തുന്ന മഹത് സേവനമാണ് ബൈത്തുസ് സക്കാത്ത് കേരള നിർവഹിക്കുന്നത് എന്നത് ഏറെ സന്തോഷകരമാണെന്ന് മന്ത്രി പ്രസ്താവിച്ചു. സമൂഹത്തിന്റെ താഴെത്തട്ടിൽ ദാരിദ്ര്യം വർദ്ധിക്കുമ്പോൾ അവരെ കൈപിടിച്ചുയർത്തുന്ന സ്തുത്യർഹമായ സേവനമാണ് ബൈത്തുസ് സക്കാത്ത് കേരള രാജ്യത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു കുറിക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. ഈ വളരെ മഹത്തായ ഒരു പരിപാടിയുടെ പ്രഖ്യാപനം നടത്താനിരിക്കുന്ന ഈ സദസ്സിൽ എത്തിച്ചേരാൻ, ഈ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്നുള്ളത് ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ബൈത്തുസ് സക്കാത്ത് കേരള കഴിഞ്ഞ കാലങ്ങളിൽ കേരളത്തിൽ നിർവഹിച്ച അതിൻ്റെ സേവന പ്രവർത്തനങ്ങളെക്കുറിച്ച്, ഇടപെടലുകളെക്കുറിച്ച് ഈ നാട്ടിലെ ആളുകൾക്ക് എല്ലാവർക്കും ബോധ്യമുള്ള സംഗതിയാണ്. ശാഖാപരമായ ചില വ്യത്യാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ്, ഉണ്ടായേക്കാം. എങ്കിലും നമ്മുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇസ്ലാമിക ദർശനം ഉൾക്കൊണ്ടുകൊണ്ട് നാം ഉൾക്കൊണ്ട വൈജ്ഞാനിക തലത്തെ ഉപയോഗപ്പെടുത്തി നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വസ്തുത. ഇതുകൊണ്ട് നാട്ടിലുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ ചെറുതല്ലെന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഇവിടെ ഷെയ്ഖ് മുഹമ്മദ് കാരിക്കുന്ന് അവരുടെ സംസാരത്തിൽ പറഞ്ഞു, ഓരോ വർഷവും ഈ മേഖലയിലുണ്ടായിട്ടുള്ള പുരോഗതിയുടെ അളവിനെ കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്. നമുക്കറിയാം, നാം വളരെ വലിയ പ്രഖ്യാപനങ്ങളും ഉദ്ഘോഷങ്ങളൊക്കെ നടത്തി പോവുകയാണെങ്കിലും നമ്മുടെ നാട്ടിൽ ദാരിദ്ര്യം കുമിഞ്ഞുകൂടുന്നു എന്നുള്ളതാണ് വസ്തുത. ദാരിദ്ര്യവൽക്കരണം ഒരർത്ഥത്തിൽ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ വർഗീയമായി അവരെ ഉപയോഗപ്പെടുത്തുവാൻ ശ്രമിക്കുന്നു. വിഭജനത്തിലൂടെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന ചിലപ്പോൾ ഭരണകൂടങ്ങൾ വരെ ആ തലത്തിലേക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ താഴെത്തട്ടിൽ പ്രയാസപ്പെടുന്ന ഈ സമൂഹത്തെ തിരിച്ചറിയുവാനോ കാണുവാനോ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ് വസ്തുത. വലിയ വലിയ ഉദ്ഘോഷങ്ങളൊക്കെ ഉണ്ടാകും. യാഥാർത്ഥ്യങ്ങൾ ചിന്തിച്ചാൽ, നമുക്ക് പരിശോധിച്ചാൽ സത്യത്തിൽ വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പുണ്ടായി ഒന്നാം സ്ഥാനത്താണ് എന്നൊക്കെ ഉദ്ഘോഷിക്കുന്ന കേരളത്തിൽ ദാരിദ്ര്യവൽക്കരണം നടത്തുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരു ഭാഗത്ത് അധികാര രാഷ്ട്രീയത്തിന്റെ വാഹകർ വർഗീയത പ്രചരിപ്പിക്കുമ്പോൾ താഴെത്തട്ടിൽ ദാരിദ്ര്യം കുമിഞ്ഞുകൂടുന്നു എന്നുള്ളത് മറച്ചു വെക്കാവുന്ന ഒരു സംഗതിയല്ല. അത് കൂടുതൽ മേഖലകളിലേക്ക് വികസിക്കേണ്ടിയിരിക്കുന്നു. ഇടത്തരം സാമ്പത്തിക നിലവാരത്തിലുള്ള ആളുകളുടെ മുമ്പിൽ കൈനീട്ടാൻ അഭിമാനം സമ്മതിക്കാത്ത നിരവധി വ്യക്തികളും കുടുംബങ്ങളും ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുമ്പോൾ അവരെ പ്രത്യേകം പരിഗണിക്കേണ്ട കാലമാണിതെന്നും അതിനായി സമുദായം ഐക്യത്തോടെ നിലകൊള്ളേണ്ടതുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബൈത്തുസ് സക്കാത്ത് കേരള ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് അധ്യക്ഷത വഹിച്ചു. താനാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസ്കർ മാഷ്, പീപ്പിൾസ് ഫൗണ്ടേഷൻ ചെയർമാൻ PI നൌഷാദ്, MES സംസ്ഥാന വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി ഹാജി, ജമാഅത്ത് ഇസ്ലാമി ഹിന്ദു വനിതാ വിഭാഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് നസീമ KT, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് തൗഫീഖ് മമ്പാട്, ജമാഅത്ത് ഇസ്ലാമി ഹിന്ദ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സമീർ കാളിക്കാവ് തുടങ്ങിയവർ സംസാരിച്ചു. ആസിഫ് അലി ഖിറാഅത്ത് നടത്തി. പല താല്പര്യങ്ങളുമുണ്ട്. സക്കാത്ത് സംഘടിതമായി ശേഖരിക്കാനും വിതരണം ചെയ്യാനും സാധ്യമില്ലാത്ത സ്ഥലങ്ങളിൽ ഉള്ള ആളുകൾക്കും സക്കാത്തിന്റെ ഗുണഫലം കിട്ടണം. അങ്ങനെ സംവിധാനങ്ങളുള്ള സ്ഥലങ്ങളിൽ അവയെ ഏകീകരിക്കുവാനും അതിന് മാർഗനിർദ്ദേശം നൽകുവാനും കഴിയണം. മാത്രമല്ല, സംഘടിത സക്കാത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെ സംബന്ധിച്ചും ജനങ്ങളെ ബോധവൽക്കരിക്കുവാനുള്ള മാർഗങ്ങൾ ഉണ്ടാകണം. സക്കാത്തിന്റെ ശേഖരണത്തിന്റെയും വിതരണത്തിന്റെയും ഉജ്ജ്വലമായ മാതൃകയായി, അതിന്റെ ഒരു മാനിഫെസ്റ്റേഷനായി കേരളത്തിൽ ഇത് തല ഉയർത്തി നിലകൊള്ളണം. ഇതായിരുന്നു ബൈത്തുൽ സക്കാത്ത് രൂപീകരിച്ചപ്പോഴുള്ള ഉദ്ദേശം. അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഉദ്ദേശങ്ങളെല്ലാം പൂർത്തീകരിക്കുവാൻ ഒരളവോളം ബൈത്തുൽ സക്കാത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
PA ഷാക്കിർ സ്വാഗതവും KV ഫൈസൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 99. ഓരോ മുഹൂർത്തങ്ങൾക്കും അതിൻ്റെതായ സന്തോഷങ്ങളുണ്ട്. അതിൽ ചിലത് ഒരിക്കലും മറക്കാൻ പറ്റാത്തതും. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.